അതിന് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ സിമ്പതിയിൽ നോക്കി കാണേണ്ടതില്ല, എമ്പതിയിൽ നോക്കി കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളെ നാദാപുര ഭാഷയിൽ പറഞ്ഞാല് ഔലക്കുട്ടി, ഔല അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. അതിലെനിക്ക് ഇഷ്ടം അതിൽ എനിക്ക് ഇഷ്ടം അതാണ്. അല്ല, അപ്പോ ഔലക്കുട്ടി സ്പോട്ടക്കിന്റെ ഓഫീസിൽ ഇന്ന് എത്തിയതൊരു അത്ഭുതമായ ഒരു കാഴ്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്പോട്ടക്കിൽ നിങ്ങൾ എത്തിപ്പെട്ട് നിങ്ങൾ ഒറ്റക്ക് ഒരു കാഴ്ചയില്ലാത്ത ഒരാള് മെട്രോയില് ബസ്സിൽ അവിടെയൊക്കെ താണ്ടി ഇവിടെ സ്പോട്ടക്കിന്റെ ഓഫീസിൽ ഇന്നെത്തി. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെ. അപ്പോൾ സ്പോട്ടക്കിന്റെ ഓഫീസിൽ എത്തിയതിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് എങ്ങനെ താങ്ക്സ് പറഞ്ഞാലും എത്ര ഇത് പറഞ്ഞാലും അത് അള്ളാഹിന്റെ ഒരു തൗഫീഖ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുക, രണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ അറിവ് ഇങ്ങോട്ട്, എൻ്റെ അറിവ് അങ്ങോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു അറിവാന്നല്ലോ. അല്ല, എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്പോട്ടക്കിൽ നിങ്ങൾ എത്തിയത് തന്നെ ഒരു അത്ഭുതമായ ഒരു കാഴ്ചയാണ്. അത്ഭുത കാഴ്ച എന്ന് വെച്ചാൽ കാഴ്ച നഷ്ടപ്പെട്ട കാഴ്ചയുള്ള ആളുകൾ എത്തുന്നതിനെക്കാട്ടും ഇതായിട്ട് ഒന്ന് വിളിക്കുകയും കൂടി ചെയ്യാണ്ട് നിങ്ങൾ എന്നോട് വിളിച്ച് പറയുന്നത് ഞാൻ അമീർ ബിൽഡിംഗ് 206 മുന്നിൽ നിന്ന് ബെല്ലടിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അത് സത്യം തന്നെ അല്ല. അതെങ്ങനെ നിങ്ങൾ എത്തി? നിങ്ങളൊന്ന് എങ്ങനെയാണ് നിങ്ങളത് വന്ന ഒരു വഴി? അതിന് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ സിമ്പതിയിൽ നോക്കി കാണേണ്ടതില്ല, എമ്പതിയിൽ നോക്കി കാണുക. ഞാൻ എത്തിയത് പിന്നെ ഈ സെൻട്രൽ പോയിന്റ് വന്ന് മെട്രോയില് ബസ്സിൽ വന്ന് അജ്മാൻ ബസ്സിൽ DXB 1 സെൻട്രൽ പോയിന്റ് വന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് ഞാൻ പിന്നെ യൂണിയനിലേക്ക് കയറി മെട്രോ. പിന്നെ അവിടുന്ന് ഞാൻ എന്ത് ചെയ്ത് ക്രീക്കിലേക്കുള്ള മെട്രോ കയറിയിട്ട് ഞാൻ ബെനിയാസിൽ വന്നിറങ്ങിയിട്ട് അങ്ങനെ എക്സിറ്റ് 1 എടുത്തിട്ട് അങ്ങ് വന്ന. എക്സിറ്റ് 1 എടുത്തിട്ട് നിങ്ങൾ ചോദിച്ചിട്ടാണോ ഇവിടെ എത്തിയത്? അതോ അത് ചോദിച്ചിട്ടും എത്തി, അല്ലാതെ എത്തിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ചോദിച്ച് വിസിറ്റിംഗ് കാർഡ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആള് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിച്ചു തന്നു, നിങ്ങൾ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്, സന്തോഷം. അപ്പോൾ എന്താണ് സ്പോട്ടക്കിൽ ഇപ്പോൾ ഞാൻ എത്താൻ കുറച്ച് ഒരു 1-2 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അത് നിങ്ങളോട് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊരു ഓഫീസ് എടുത്താണെങ്കിൽ ഞാൻ നിങ്ങളെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. അത് ഒരു മനുഷ്യ സാഹചര്യം. അതെ, സാഹചര്യം കൊണ്ട് അങ്ങനെ ഒരു മീറ്റിംഗ് ലോങ് ആയി പോയി, അങ്ങനെ ലേറ്റ് ആയതാണ്, വേറൊന്നുമല്ല. അതെ. പിന്നെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താ ഡിലേ എന്നുള്ള സത്യമുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പോട്ടക്കിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ സ്പോട്ടക്കിന്റെ ഓഫീസിൽ നിങ്ങൾ ഇപ്പോൾ ഇരുന്നു, അതിന് മുന്നേ സ്പോട്ടക്കിന്റെ ഹോൾസെയിൽ ഷോപ്പായ നമ്മുടെ സ്ഥാപനം അതിലൊരു 1-2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തു. എന്താണ് നിങ്ങൾക്ക് സ്പോട്ടക്കിനെ പറ്റി ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് ബാക്കി സ്പോട്ടക്കിനെ പറ്റിയിട്ടോ? സ്പോട്ടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല ഷൂസ് കടയിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ മൈൻഡ് ചെയ്തൊരു ചേർത്ത് പിടിച്ചൊരു കടയാണ് സ്പോട്ടക്ക്. തുടർന്ന് പറഞ്ഞ അങ്ങോട്ട് അങ്ങനെ ആയിരിക്കണം കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്താ ഒരാളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരണം വരെ മരിച്ചാലും മറക്കാത്തൊരു ബന്ധമായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ സ്പോട്ടക്കിൽ നമ്മൾ എത്തിയതിനു ശേഷം അവിടുത്തെ സ്റ്റാഫുകളുടെ ഗുണനിലവാരം നമ്മൾ പരിശോധിക്കുകയുണ്ടായി. നല്ല കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല